ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഹെൽത്തി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. ഇത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് ചേരുവ മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റിന് ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് കുറച്ച് ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 അച്ച് ശർക്കരയിൽ 2 വലുതും 1 ചെറുതുമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റ് മധുരമാണ്. ശർക്കര പൊടിയാണെങ്കിൽ ഒരു 1/4 കപ്പിൻ്റെ 1/2 കപ്പിൻ്റെ ഇടയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്തെടുക്കുക വെച്ചാൽ ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഫസ്റ്റ് തന്നെ തയ്യാറാക്കി വെക്കുന്നത്. പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. പഞ്ചസാര ആകുമ്പോൾ അത്ര ഹെൽത്തി ആവില്ല. അപ്പോൾ നമ്മൾ ശർക്കര തന്നെ പരമാവധി എടുക്കുക. അപ്പോൾ ശർക്കരയ്ക്ക് അത് അവിടെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ നല്ലപോലെ തണുത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട പൊടി എടുക്കാം. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗോതമ്പ് പൊടി എടുക്കുന്നത് നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച പൊടിയോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് ഏത് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ജീരകം ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടാവില്ല, അപ്പോൾ അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. നമ്മൾ മാവ് തയ്യാറാക്കിയതിന് ശേഷം അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങൻ്റെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. 1/2 കപ്പ് ഒരു 1/4 കപ്പായാലും കുഴപ്പമില്ല. എന്നാലും കുറഞ്ഞു പോവരുത്. തേങ്ങ ചേർക്കുമ്പോഴാണ്, കൂടുതൽ ചേർക്കുമ്പോഴാണ് ഈ ഒരു സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക, ഒരു 4 ഏലക്ക ചതച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതായത് നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തല്ലാതെ ഈ ഒരു പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കത് മിക്സാക്കി എടുക്കണം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സാക്കിയാൽ തന്നെ പെട്ടെന്ന് മിക്സായി കിട്ടും. നമ്മൾ വിസ്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോഴത്തേനും ശർക്കരപ്പാനിയൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ടാവും. ചെറിയൊരു ചൂടിലാണെങ്കിലും ഈ ഒരു ഗോതമ്പ് പൊടിക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കും കേട്ടോ. നമ്മൾ പുട്ടിനൊക്കെ നനക്കൂലേ, അതുപോലെ ആയി വരും. അപ്പോൾ അതിനാണ് നല്ല തണുത്തിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ശർക്കര എടുക്കുമ്പോൾ നല്ല കളറുള്ള ശർക്കര എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് വരുമ്പോൾ നല്ല കളറായിരിക്കും. അപ്പോൾ ഈ ഒരു വെള്ളം പോരാ, നമുക്ക് വെള്ളം കുറച്ചും കൂടി ആവശ്യമുണ്ടാകും കേട്ടോ. ഈ ശർക്കരപ്പാനിയിൽ മാത്രം ഇത് മിക്സ് ആകില്ല. അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ ആദ്യം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ബാറ്റർ കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറയാം എത്ര വെള്ളം വേണ്ടെന്ന്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചായിരിക്കും വെള്ളത്തിൻ്റെ അളവ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഗോതമ്പ് പൊടിക്കും അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ പൊടിപ്പിച്ചിട്ടുണ്ടാവില്ല, ആ ഒരു പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് നല്ല വ്യത്യാസം വരും കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിക്ക് കുറച്ച് മതി. വീട്ടിൽ നമ്മൾ പൊടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ വെള്ളം വേണം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്ന വെള്ളം എത്രയെന്ന് പറഞ്ഞു തരാം. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഏകദേശം ഞാനൊരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്തിട്ടുള്ളൂ കേട്ടോ. 1 കപ്പ് അളവിൽ നമുക്ക് ഒരു പ്രാവശ്യം തയ്യാറാക്കാനുള്ളതുള്ളൂ. അപ്പോൾ 2 കപ്പ് വേണമെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയണമെന്നില്ല. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി മനസ്സിലാക്കിയാൽ മതി. നല്ല തിക്കാവും വേണ്ട, നല്ല ലൂസാവും വേണ്ട, അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതാ കണ്ടോ, ഇതേ രീതിയിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. കാണുമ്പോൾ മുറിഞ്ഞ് വീണ രീതി, ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത് ഞാനിതാ ഇതുപോലത്തെ പാത്രത്തിലാണ് കേട്ടോ. കേക്കിൻ്റെ ടിന്നാണ്. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീൽ പാത്രം വേണമെങ്കിലും എടുക്കുക. അതിലൊരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതില്ലെങ്കിൽ വാഴയില നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ ബട്ടർ പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല. വാഴയില ആകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് നമുക്കിനി മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള പാത്രം 6 ഇഞ്ചിൻ്റെ പാത്രമാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയുടെയൊക്കെ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ 6 ഇഞ്ചിൻ്റെ പാത്രം മതി. അല്ലെങ്കിൽ നമുക്ക് 8 ഇഞ്ചിൻ്റെ പാത്രമൊക്കെ എടുക്കണം, 2 കപ്പൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത്യാവശ്യം വലുപ്പം ഹൈറ്റൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ പൊടി എടുക്കുന്നതിനനുസരിച്ച് മാവ് എത്ര ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ പാത്രം എടുക്കുക. എന്നിട്ട് നല്ലപോലെ തട്ടി കൊടുക്കുക കേട്ടോ. മാവൊക്കെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ തട്ടി കൊടുക്കില്ല, അതുപോലെ തട്ടി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബദാം എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്തു തന്നെ ഉള്ളൂ. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ശക്തി കുറഞ്ഞിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ താഴ്ന്നു പോകും. മെല്ലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് ആവിയിലാണ്.
ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഞാൻ സ്റ്റൗവിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ലപോലെ ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലപോലെ വെള്ളം തിളച്ചിട്ട് ആവി വരുമ്പോഴാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററൊക്കെ ഒഴിച്ച് ഈ ഉണക്കമുന്തിരിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുമ്പോഴത്തേനും വെള്ളം നല്ലപോലെ തിളച്ച് വരും. അപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം. വെള്ളമൊക്കെ തിളച്ച് നല്ലപോലെ ആവി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റോളം നമ്മൾ വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റും കൂടി വെക്കുക. അങ്ങനെ ജസ്റ്റ് ഒരു 14-15 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് കുക്കായി കിട്ടും. നല്ലപോലെ പ്രസ് ചെയ്തിട്ട് മൂടി വെക്കണം കേട്ടോ. ആവി പുറത്തേക്ക് പോകാതെ മൂടി വെക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ അത് തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് നല്ലപോലെ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ സെൻറ്ററിലാണ് നമ്മൾ ഫസ്റ്റ് കുത്തി നോക്കേണ്ടത്. സൈഡ് വശമൊക്കെ പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ സെൻറ്റർ വശമാണ് നമുക്ക് പെട്ടെന്ന് ആയി കിട്ടാത്ത. അപ്പോൾ അതുകൊണ്ട് നോക്കുക. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ഒട്ടണമൊന്നുമില്ല. അപ്പോൾ എത്ര മതി കേട്ടോ, നല്ല ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. ഈ ടൈമിൽ നിങ്ങൾ നോക്കുമ്പോൾ ആയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ടൈമൊക്കെ. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും നല്ലപോലെ ചൂട് പോകും കേട്ടോ. നല്ല ചൂട് പോയതിൻ്റെ ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ വാഴയിലയും ബട്ടർ പേപ്പറൊക്കെയാണ് വെച്ച് കൊടുത്ത് കുണിച്ചെങ്കിൽ പെട്ടെന്ന് വിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ വാഴയില ഇതിൻ്റെ മുകളിൽ നിന്ന് മാറ്റാം. നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വാഴയിലയുടെ. അതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതിന് മുകൾ വശമല്ലേ കാണേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേര സമയത്തൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൽ ചേർത്ത ചേരുവകളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചേരുവകളാണ്. പിന്നെ അതുപോലെ തന്നെ ഓയിലൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. ഇത് ചേർക്കുന്ന ശർക്കരയുടെ കളറിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ കളർ കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് നമ്മൾ അധികവും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.